അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമ സ്വന്തം വീട്ടിൽ അതാ സുഖജീവിതം നയിക്കുകയാണ്. തൻ്റെ മമ്മയുടെയും പപ്പയുടെയും കൂടെ ജീവിക്കാൻ കഴിയുന്നതിൽ വല്ലാത്ത ആശ്വാസമുണ്ട്. പക്ഷേ ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം. തൻ്റെ നാഫിക്ക വരുമ്പോഴേക്കും അങ്ങോട്ടെത്തണം. അതുമാത്രമല്ല, പെരുന്നാൾ, അത് ബലിപെരുന്നാൾ നൂർ ഫാത്തിമക്ക് ആദ്യത്തേതായതുകൊണ്ട് തന്നെ ഉമ്മാക്കും ഉപ്പാക്കും നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ വീട്ടിൽ വേണമെന്ന് നിർബന്ധവുമായിരിക്കും. മമ്മ പറഞ്ഞു, റീനമോളെ, അത് പിന്നെ എൻ്റെ കുട്ടിയുടെ കൂടെ നിന്നിട്ട് കൊതി തീർന്നിട്ടില്ല. മോൾക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? മമ്മ, അതെനിക്ക് പറയാൻ പറ്റില്ല. അത് മോളെ നിർബന്ധമായിരിക്കില്ലേ അവിടെ അങ്ങനെ കൂടണം എന്നുള്ളതൊക്കെ? മമ്മ, പ്രധാനപ്പെട്ട ദിവസമല്ലേ, അപ്പോൾ ഞാനവിടെ ഇല്ലഞ്ഞാൽ അവർക്കതൊരു വിഷമമായിരിക്കും. ശരിയാണ് മോളെ, എനിക്ക് മോളുടെ അടുക്കൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഇനി ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ദിവസമില്ലല്ലോ അല്ലേ? അല്ല, നിൻ്റെ ഹസ്ബൻഡ് എന്ന് വരും? നൂർ ഫാത്തിമക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം മനസ്സിലേക്ക് തോന്നി. അതെ, എൻ്റെ നാഫിക്ക വരികയാണ്. ഹജ്ജ് കഴിഞ്ഞാൽ എൻ്റെ നാഫിക്ക തിരിച്ചു വരും. അതെ, എൻ്റെ നാഫിക്ക എന്നോട് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും. അല്ലാ, അറിയാതെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അല്ലാ. നൂർ ഫാത്തിമ അതാ മമ്മയുമായി സംസാരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് വീട്ടിലെ ഒരു ചേട്ടത്തി അങ്ങോട്ട് വരുന്നു. ആ, ആരത്? ചേട്ടത്തിയമ്മേ, ഇരിക്കേ. ഇതാരാ? റീനമോളന്നല്ലേ? എന്തപ്പോൾ തലയിലൊക്കെ തട്ടൊക്കെ ഇട്ടിങ്ങനെ? അത് കേട്ടപ്പോൾ മമ്മക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ചേട്ടത്തിയെ, അതിനിപ്പോൾ എന്താ, തട്ടിടണ നല്ലതല്ലേ? ആ, കാര്യങ്ങളൊക്കെ എനിക്ക് കുറേയൊക്കെ മനസ്സിലായി. എന്നാലുമല്ലേ കുട്ടിയെ ഈ ചെയ്തത് വല്ലാത്തൊരു പണിയായിപ്പോയി. മതം പൊളിച്ചു പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവില്ല. ചേട്ടത്തിയമ്മേ, അത് അവൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അവളെ സ്വീകരിച്ചതാണ്. എന്നാലും കർത്താവിനിട്ടിട്ട് പോയില്ലേ, അതിനും വേറെ ഉണ്ടോ? ചേട്ടത്തി, അത് ഇപ്പം അങ്ങനെയൊന്നും പറയണ്ട അവളോട്. അതെന്താ? അവൾക്ക് പറയാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടായിക്കണോ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. ആഹാ, ഇതിനായിരുന്നില്ലേ മമ്മിയും പപ്പയും പഠിപ്പിച്ച് വളർത്തിയുണ്ടാക്കിയത്? അല്ലെങ്കിൽ പെൺകുട്ടികളെ ദൂരേക്കൊന്നും നമ്മൾ പഠിക്കാൻ വിടരുത്, പഠിക്കാനും വിടരുത്, പഠിപ്പിക്കാനും വിടരുത്, ജോലിക്കും വിടരുത്. ഇങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചേ ഇങ്ങോട്ട് വരും. എന്നാലും എൻ്റെ കുട്ടിയെ, എനിക്കിപ്പോൾ ഇങ്ങനൊന്നും ചെയ്യേണ്ടില്ലായിരുന്നല്ലോ. ചേട്ടത്തിയെ, അതെ, അവളൊന്നും ചെയ്തിട്ടില്ല, അവൾ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും. അപ്പോഴേക്കും നൂർ ഫാത്തിമ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ചേട്ടത്തിയമ്മക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൽ നൂർ ഫാത്തിമയുടെ അമ്മ പറഞ്ഞു, മോളെ, അതങ്ങനെ പറഞ്ഞൊന്നും എൻ്റെ മോൾ കാര്യമാക്കരുത് കേട്ടോ. അതങ്ങനെ കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ. മമ്മ, അതൊന്നും സാരമില്ല, അതിനിപ്പോൾ എന്താ, അവർ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ഓരോന്ന് പറയല്ലേ, അതിനൊക്കെ നമ്മൾ ദേഷ്യം പിടിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും ചേട്ടത്തിയമ്മക്കുള്ള ചായയുമായി അതാ നൂർ ഫാത്തിമ വരുന്നു. ഇതമ്മച്ചേ, ഇത് കുടിച്ചോളി. ആഹാ, കുട്ടി അതൊന്നും ഇപ്പോഴും മറന്നിട്ടില്ലല്ലേ? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ എൻ്റെ കൈകൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കൽ അതെനിക്ക് ശീലമായതായിരുന്നു. ഇപ്പോൾ മേലിൻ്റെ അടുത്തേക്ക് വല്ലാതെ ഞാൻ വരലില്ല. ഇപ്പോൾ ഈ ഇവിടെ വന്നിക്കണമെന്നോ അതൊക്കെ അറിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്നാലും എൻ്റെ കുട്ടി കാട്ടിയ പണി ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിക്ക് വല്ലാത്തൊരു സങ്കടം വന്നത്. ഞാൻ വിചാരിക്കും ചെയ്യും, എന്തോ ഒരു നല്ലൊരു കുട്ടിയായിരുന്നു, സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. എന്നാലും ആ കുട്ടിയാണല്ലോ അങ്ങനെ ചെയ്തു പോയത്. അത് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ മനസ്സിൽ. നൂർ ഫാത്തിമയുടെ മമ്മ പറഞ്ഞു, അല്ല ചേട്ടത്തിയെ, അതിനിപ്പോൾ ഓൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഓളിത് അവിടെ എത്തിയല്ലോ, എന്തപ്പോൾ ഇത്ര ടെൻഷനാകാൻ മാത്രം? ഓൾ എത്തിപ്പെട്ടെടുത്ത് നല്ല സ്ഥലമാണ്, അവളുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ തിരക്കിലായിരുന്നു കുറച്ച്. ഇപ്പോഴാണ് അവൾ ഫ്രീ ആയത്, അപ്പം ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നു. എന്നാലും മേരിയെ, അതൊന്നുമല്ലല്ലോ പറഞ്ഞ് കേൾക്കണത്.
ഇവിടെ ഇന്നാൾ എൻ്റെ ആങ്ങളാർ വന്ന് ബഹളം വെക്കണുണ്ടീനോ. എന്ന് അല്ല നിങ്ങൾ ഈ പെണ്ണിനെ കൊണ്ടുവരാൻ പോയിക്കണെന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് രണ്ടാളും കൂടി വന്ന് ഇവിടെയൊക്കെ കറങ്ങണുണ്ടീനോ. ഇങ്ങോട്ട് വന്നിരുന്നോ? എന്നാൽ പിന്നെ അതിന് ശേഷം ഒരു വന്നിട്ടില്ല കേട്ടോ. ആ അവിടെ വന്നിരുന്നു. അന്ന് കുറേ എൻ്റെ അടുത്തൊക്കെ വന്ന് ഓരോന്ന് ചോദിച്ചു. നിങ്ങളിവിടെ വീട് വീട്ടിൽ പോയപ്പോൾ നിങ്ങൾ മോളെ കൊണ്ടുവരാൻ വേണ്ടി പോയതാണെന്ന് അങ്ങനെയും പറഞ്ഞു. കുറേ ഇളകീനു. ഇനിയിപ്പോൾ ഓളെ തന്തയും തള്ളയും കൂടി അങ്ങോട്ട് പോയിക്കോട്ടെ ഇസ്ലാം മതത്തേക്ക്, എല്ലാവരും അവിടെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ ചൂടാകണുണ്ടീനു. വെറുതെ അല്ല, ആങ്ങളാരൊന്നും എനിക്ക് വിളിച്ചിട്ടുമില്ല, പിന്നെ വന്നിട്ടുമില്ല. പിന്നെ മോളെ പറഞ്ഞിക്കണേ ഇനിയിപ്പോൾ ഓല ആ പടി ചവിട്ടരുത് എന്നൊക്കെ പറഞ്ഞിക്കണേ. ഞങ്ങൾ ഇങ്ങോട്ടും വരില്ല, ഓല എന്തെങ്കിലും ആയിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞാണ് പോയത്. അതിൽ നൂർ ഫാത്തിമയുടെ അമ്മ പറഞ്ഞു, അവർ പടി ചവിട്ടണ്ട, ഞങ്ങളെ മോളെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. എനിക്ക് എത്രയായാലും എൻ്റെ മോളെ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവരും എൻ്റെ കുട്ടീനെ പിന്നെ നോക്കേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ. അവളങ്ങനെ ഒന്ന് ആയിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവളങ്ങനെ ശകാരിച്ചു കൊണ്ട് നിൽക്കണോ? ഹേയ്, അതിനൊന്നും ഞങ്ങളെ കിട്ടൂല. എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടി അങ്ങനെ ഉണ്ടായിക്കൂടെ? അതല്ലേ നല്ലത്. നിങ്ങളിപ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോയും വെച്ച് ഇവിടെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? പൊന്നാറ് ചേട്ടത്തെ, നിങ്ങൾ ചായ ശരിക്കും കുടിച്ചോളി. അതാ പിന്നെ ഞാൻ പറയാം, അത് ഓൾക്ക് നമ്മളെ റീനമ്മോൾക്ക് നന്മ ഏതാണ്, അതുപോലെ നല്ലത് ഏതാണെന്ന് തോന്നി അവളത് കണ്ടുപിടിച്ചു, അതിലേക്ക് ചേർന്നു. അതിലൊരു തെറ്റായിട്ടൊന്നും ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നൂരല്ലോ, എത്രയല്ലോ നിങ്ങളെ മോളല്ലേ. പിന്നെ അതുമല്ല, നിങ്ങളെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ? കർത്താവേ കാക്കണേ. ഞാൻ പോവാണ്, ഞാൻ കൂടുതൽ സംസാരിക്കാനും നിൽക്കണില്ല. ആ അമ്മച്ചിക്ക് വളരെയധികം ദേഷ്യം വന്നിരുന്നു അവരോട്. എങ്കിലും നൂർ ഫാത്തിമയുടെ ആ മുഖത്ത് തടവിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടിയെ, എൻ്റെ കുട്ടീൻ്റെ ഒരു മൊഞ്ച്, ഇപ്പോഴും സൗന്ദര്യത്തിനൊരു കുറവില്ല കേട്ടോ. എൻ്റെ കുട്ടീനെ കർത്താവ് കാക്കട്ടെ, അല്ല അപ്പം എന്താ പറയുക. അമ്മച്ചി നിങ്ങൾ പോവുകയാണോ? ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ? വേണ്ട കുട്ടിയെ, ചായ കുടിച്ച് പള്ളറിഞ്ഞു. ആ ചേട്ടത്തി അമ്മ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അതാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നൂർ ഫാത്തിമ അമ്മയോട് പറഞ്ഞു, മമ്മ ആ ചേച്ചിക്ക് ശരിക്കും ദേഷ്യം പിടിച്ച പോലെയൊക്കെ ഉണ്ടല്ലേ. അതൊന്നും സാരമാക്കണ്ട കൊച്ചേ, കാരണം എല്ലാവർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും. എന്തായാലും അവരെ വിശ്വാസം അവരെ വീക്ഷിക്കട്ടെ എന്ന് കരുതി നിന്നെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. മമ്മ അമ്മാവന്മാരെ പിന്നെ വിളിച്ചിട്ടില്ലല്ലോ. തെറ്റി നിൽക്കൊന്നും വേണ്ട, മമ്മ വിളിച്ചോണ്ട് കുഴപ്പമില്ല, ഞാനല്ല അങ്ങനെ ആയത്. മോളെ എനിക്കിപ്പോൾ അങ്ങനെ അർജൻറ്റായിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് കാര്യത്തിനാണ് അവരിങ്ങനെ ചേർത്ത് പറയുന്നത്? ഈ പടി ചവിട്ടൂല എന്നൊക്കെ പറഞ്ഞാണല്ലോ പോയത്. അവർ ചവിട്ടണ്ടേ ചവിട്ടണ്ട, അല്ല അപ്പോൾ എന്ത് പറയാനാ? അവരെ കാല് പിടിക്കാനൊന്നും പോകാനാവില്ല. മമ്മ അത് പിണങ്ങി ഒന്ന് നിൽക്കണ്ട. പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം കൂടും, അങ്ങനെയൊക്കെ ആവും. എങ്ങനെയൊക്കെ തന്നെയായാലും നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം. എൻ്റെ മമ്മ അവരോട് പോയി മിണ്ടണം, അല്ലെങ്കിൽ വിളിക്കണം, വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഞാനിവിടെ വന്ന കാര്യമൊക്കെ കുഴപ്പമില്ല. മോളെ എൻ്റെ ആങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആങ്ങളാരെന്ന് പറഞ്ഞിട്ട് ഒന്നിനും മടിക്കാത്ത പോലെയാണ്. അതുകൊണ്ട് മോളെ എനിക്ക് പോലെ വലിയ വിശ്വാസമൊന്നുമില്ല, കാരണം അത്രക്കും സ്വഭാവം ഒരു മോശമാണ്. മമ്മ അങ്ങനെ പറയരുത്, ഒരാളെ കുറിച്ചും നമ്മളങ്ങനെ മോശമായി പറയരുത്. എന്തായാലും അള്ളാഹു അവരെയെല്ലാം നന്നാക്കട്ടെ, ഹിദായത്ത് നൽകട്ടെ. മോളെ അവരെ നന്നാക്കുന്നാണോ നീ പറയുന്നത്? അതെ മമ്മ, അത് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രയോ ഉപദ്രവകാരികളുണ്ടായിരുന്നു. എത്ര ആളുകൾ ഉപദ്രവിച്ചിട്ടും നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് അവരറിവില്ലാത്തവരാണ്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നായിരുന്നു. ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാര വരെ നിസ്കരിക്കുമ്പോൾ കഴുത്തിൽ കൊണ്ടുവന്നിട്ടിരുന്നു. അതിൻ്റെ ഭാരം കൊണ്ട് കഴുത്ത് തല പൊന്തിക്കാൻ വരെ കഴിയുന്നില്ലായിരുന്നു നിസ്കാരത്തിലായിരുന്നപ്പോൾ. അങ്ങനെ നബിയുടെ പുത്രി വന്നിട്ട് അത് എടുത്തു മാറ്റിയായിരുന്നു. കാരണം എന്നിട്ട് പോലും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, അവരെ ശപിച്ചിട്ടില്ല. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവർ അറിവില്ലാത്തവരാണ് എന്നാണ് പറഞ്ഞത്. മോളെ സത്യമാണോ? അത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും
അതേ മമ്മ, അത്രക്കും ക്ഷമയുടെ പര്യായമായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് ഞങ്ങൾക്ക് മാതൃക. അപ്പോൾ നമ്മളെ എത്ര തന്നെ ആരും ഉപദ്രവിച്ചാലും എത്ര തന്നെ കഷ്ടപ്പെടുത്തിയാലും നമ്മളവരെ തിരിച്ചൊന്നും ചെയ്യരുത്. നമ്മൾ ക്ഷമിക്കണം. മമ്മ പറഞ്ഞല്ലോ, മമ്മയുടെ ആങ്ങളമാർ അവർ നല്ല സാധനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഒരിക്കലും മമ്മ നമ്മളങ്ങനെ പറയരുത്. അറിവില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതറിഞ്ഞാൽ, അവർക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങനെയൊന്നും ചെയ്യില്ല. സത്യമായിട്ടും എത്രയോ ആളുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിച്ചിട്ടും മിണ്ടാതെയും അങ്ങനെ നടക്കുന്ന എത്രയോ ഫാമിലികളുണ്ട്. അതൊക്കെ അവർക്ക് നമ്മുടെ ഹബീബ് കാണിച്ചു തന്ന ആ ഒരു മാതൃക അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ മമ്മ, നമ്മൾ അങ്ങോട്ട് മിണ്ടാൻ ചെല്ലണം എന്നാണ്. അതെ, അവരിങ്ങോട്ട് മിണ്ടട്ടെ. ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ പണക്കാരൻ, അല്ലെങ്കിൽ എനിക്കാണല്ലോ അവനേക്കാൾ സൗന്ദര്യം, അല്ലെങ്കിൽ എനിക്കാണല്ലോ അവനേക്കാൾ വയസ്സ് കൂടുതൽ, അങ്ങനെയൊന്നും പറഞ്ഞ് ഒരിക്കലും നമ്മൾ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർക്കല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുക. നമ്മൾ എത്ര തന്നെ ഉപദ്രവിച്ചതാണെങ്കിലും എന്തൊക്കെ തന്ന് ചെയ്തതാണെങ്കിലും നമ്മൾ അവരോട് മിണ്ടാൻ പോകണം. അതും പ്രത്യേകിച്ച് ഇസ്ലാമിൽ ഒരു പദമുണ്ടല്ലോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്നാണ്. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയോ പ്രതിഫലമാണ്. ആദ്യം ആരാണ് മിണ്ടുന്നത് അവർക്കാണ് പ്രതിഫലം കൂടുതൽ. നമ്മളെപ്പോഴും നന്മയുടെ ഭാഗം ചിന്തിക്കണം. എത്രയൊക്കെ തന്നെയായാലും നമ്മൾ എപ്പോഴും താഴ്ന്നു കൊടുക്കണം. അതാണ് ഹബീബിൻ്റെ മാതൃക. മമ്മ, സത്യമായിട്ടും മോളെ, നിൻ്റെ വാക്കുകൾ ഇങ്ങനെ കേട്ടിരിക്കാൻ വല്ലാത്തൊരു സുഖം. പക്ഷേ എങ്കിലും അവരോട് മാപ്പൊന്നും ഞാൻ പറയില്ല. അവർ അത്തരക്കാരാണ്. എൻ്റെ മോളെക്കുറിച്ചൊക്കെ എന്തെല്ലാമാണ് അവർ പറഞ്ഞത്, അത് എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പിണക്കത്തിലാണ്. മമ്മ, അങ്ങനെ പറയരുത്. എൻ്റെ മമ്മ വിളിക്കണം, അവർക്ക് വിളിച്ച് വിശേഷങ്ങളെല്ലാം ചോദിക്കണം. അങ്ങനെയാകുമ്പോൾ അവർക്ക് അല്പം ദയ തോന്നും. ഞാനവരെ വിളിക്കുന്നില്ല. കാരണം അവരെ ചെയ്ത പണി എന്താണോ, അത്രയും സ്വത്തും മുതലൊക്കെ ഉണ്ടായിട്ടും എനിക്കുള്ളതിൽ നിന്ന് പോലും അവരെടുത്തു. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് എനിക്ക് കിട്ടിയത്. മമ്മ, എന്തിനാണ് ഒരുപാട് സ്വത്തും മുതലൊക്കെ നമുക്ക്? അല്ല മോളെ, എന്നാലും അവകാശം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? പക്ഷേ അങ്ങനെയല്ല. അവർ ചെയ്തത് എന്താണെന്നോ, എൻ്റെ സ്ഥലത്തിൽ നിന്ന് കുറച്ചധികം അവരൊക്കെ അങ്ങോട്ട് എടുത്ത് എനിക്കുള്ള ഒരു വഴിപ്പോക്ക് സ്ഥലം അവിടെ ബാക്കി വെച്ചു. അതാണ് അവർ ചെയ്തത്. എനിക്ക് അന്നേ അവരോട് ദേഷ്യമാണ്. മമ്മ, അതും അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. കാരണം ഒരാളുടെ ഭൂമി ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് മരിച്ചു ചെന്ന് നമ്മൾ മഹ്ശറയിലെത്തുമ്പോഴേ, മഹ്ശറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നൊരു സ്ഥലം. അവിടെ എത്തുമ്പോൾ ആരുടെയെങ്കിലും 1 ഇഞ്ച് ഭൂമി എങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലേ, ഭൂമി മുഴുവനും വലിയ മാലയാക്കി അയാളുടെ കഴുത്തിൽ അണിയപ്പെട്ട രീതിയിലാണ് അയാൾ വരിക എന്ന്. അങ്ങനെയാണ്. ഒരാളുടെ ഭൂമി നമ്മൾ വെറുതെ എടുക്കാൻ പാടില്ല. മോളെ, അതിനും ശിക്ഷയുണ്ടോ? അതേ മമ്മ, നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അതിനൊക്കെ ശിക്ഷയുണ്ട്. നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും, നമ്മൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും, പക്ഷേ ചിന്തിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞാലും ഒരാളോട് പറഞ്ഞാലും അങ്ങനെ അതൊക്കെ എഴുതപ്പെടുന്നതാണ്. നന്മ മാത്രം നമ്മൾ ചിന്തിക്കുക. തിന്മകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയെങ്കിലും വക വരുത്തുന്നതിനെക്കുറിച്ചോ ദേഷ്യത്തിനെക്കുറിച്ചോ ഒന്നും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. ഒരാളോട് അസൂയൊന്നും വെക്കാനേ പാടില്ല. അതെന്താ മോളെ? അപ്പോൾ നമ്മളെ തൊട്ടപ്പുറത്തുള്ള വീട് വലിയതാക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നുമല്ലോ. അതേ മമ്മ, അസൂയ ഒരിക്കലും മനസ്സിൽ വെക്കരുത്. അതായത് അതും നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാലേ, തീ വിറകിനെ തിന്നും പ്രകാരം അസൂയ മനുഷ്യൻ്റെ നന്മയെ തിന്നു എന്നാണ്. നമ്മൾ എത്രമാത്രം നന്മ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒരാളോട് അസൂയ ഉണ്ടെങ്കിൽ അതെ, അതിങ്ങനെ തീ കത്തിക്കഴിയുമ്പോൾ വിറകിങ്ങനെ ഇല്ലാതായി പോലെ, അതുപോലെ നമ്മുടെ നന്മയൊക്കെ ആ അസൂയ തിന്നും. പിന്നെ നമ്മൾ ചെയ്ത നന്മയൊന്നും ഒന്നും ഉണ്ടാവില്ല, വെറും തിന്മ മാത്രമായിരിക്കും. മോളെ, എന്തൊക്കെയല്ലേ പഠിക്കാനൊക്കെ ഉള്ളത്? മമ്മ, ഒന്നുമല്ല, ഇനിയും എത്രയോ പറയാനും പഠിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട എല്ലാ കാര്യങ്ങളും
നല്ല രീതിയിൽ ഉണ്ട്. അതുപോലൊക്കെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള കുഴപ്പവും ടെൻഷനും ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മോട് പഠിപ്പിച്ചതാണ്. നൂർ ഫാത്തിമയുടെ മമ്മ അന്ന് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു നിമിഷം അവർ വിചാരിക്കുകയാണ്, കർത്താവേ, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മോൾ, എൻ്റെ റീനമോൾ പറയുന്നത് അത് ദൈവത്തിൻ്റെ പുത്രനല്ല, ദൈവത്തിന് പുത്രനില്ല, അവൻ ജനിച്ചതുമല്ല, ജനിപ്പിച്ചിട്ടുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എനിക്കാകെ കൺഫ്യൂഷനാകുന്നു. കർത്താവേ, ഞാൻ എന്താ ചെയ്യുക? കർത്താവേ, എന്തൊക്കെ തന്നെയായാലും എനിക്ക് നേരായൊരു വഴി നീ കാണിച്ചു തരണേ. എനിക്ക് എന്തെല്ലോ ഒരു സംശയങ്ങളൊക്കെയാണ് ഇപ്പോൾ. അല്ലെങ്കിലും നമ്മളെ ഒരു സൃഷ്ടിയെ ആരാധിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച്. പക്ഷേ കർത്താവേ, ഞാൻ നിൻ്റെ മുമ്പിലാണല്ലോ എല്ലാം ഇതുവരെ പറഞ്ഞതും ചെയ്തതൊക്കെ. അതുകൊണ്ട് നിന്നെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് കഴിയൊന്നുമില്ല. പക്ഷേ മോള് പറഞ്ഞ ആ ദൈവം അതൊരുവനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മനംമാറ്റം എൻ്റെ മനസ്സിനുള്ളിൽ വരുന്നു. ഞാൻ എന്താപ്പോൾ ചെയ്യുക? അവൾ പറഞ്ഞത് ശരിക്കും യാഥാർത്ഥ്യം തന്നെ. അതിൽ യാതൊരു തെറ്റും കുറ്റങ്ങളുമില്ല. നൂർ ഫാത്തിമ മമ്മയോട് തലേ ദിവസം പറഞ്ഞതിന് ശേഷം നായയെ മമ്മ അടുക്കളയിലേക്ക് കയറ്റിയിട്ടില്ല. മറ്റേതെന്നും അവിടെയായിരിക്കും കിടക്കൽ, എപ്പോഴും തൊട്ടുരുമ്മിക്കൊണ്ടും. അങ്ങനെ നൂർ ഫാത്തിമ പറഞ്ഞതിന് ശേഷം കുറച്ച് അകലമൊക്കെ പാലിക്കുന്നുണ്ട്. നൂർ ഫാത്തിമ തനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു അറിവുകളെല്ലാം അത് മമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നു. മമ്മയും തന്നെ വളരെയധികം അത് ഉത്സാഹത്തോടെ കേൾക്കുന്നു. മമ്മ തട്ടമിടാതെ വീട്ടിലിരുന്നപ്പോൾ നൂർ ഫാത്തിമ പറഞ്ഞു, മമ്മ, അത് തല മറച്ചാൽ നല്ല മലക്കുകൾ അല്ലെങ്കിൽ നല്ല മാലാഖമാർ ഇറങ്ങുമെന്നാണ്. തല മറച്ചില്ലെങ്കിൽ അത് അവർക്കൊരു തടസ്സമാകുമത്രേ. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം നൂർ ഫാത്തിമയുടെ മമ്മ എപ്പോഴും തലയിൽ ഒരു തട്ടമിടുന്നുണ്ട്. ഉസ്താദ് വിളിക്കുമ്പോൾ ആകാംക്ഷയോടെ നൂർ ഫാത്തിമ അതെല്ലാം പങ്കുവെക്കുന്നുമുണ്ട്. എന്തെന്നറിയില്ല, പടച്ച റബ്ബേ, ഹിദായത്ത് അത് നീ നൽകിയാൽ എത്ര നന്നായിരുന്നു എൻ്റെ മമ്മക്കും പപ്പക്കും. നൂർ ഫാത്തിമ വളരെയധികം സന്തോഷിക്കുകയാണ്. അപ്പോഴതാ സുൽഫത്തുമ്മ വിളിക്കുന്നു. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ, സുഖല്ലേ നിനക്ക്? ഉമ്മ, ശരിക്കും അൽഹംദുലില്ലാ സുഖാണ്. മോളെ, നമ്മളൊക്കെ മറന്നോ? ഇല്ലുമ്മ, അതെങ്ങനെ? അല്ല, ഞാൻ മോളെ കൊണ്ടുവരാനായല്ലോ, പെരുന്നാളല്ലേ. എന്നാലും പൂതിക്ക് 4 ദിവസം അവിടെ നിന്നില്ലേ ഉമ്മ? അത് ഇനിയും 2-3 ദിവസം ഉണ്ടല്ലോ. മോളെ, അങ്ങനെയാണെങ്കിൽ പെരുന്നാളിൻ്റെ തലേന്ന് ഞാനും ഉപ്പയും വരാട്ടോ. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ലമ്മ. പിന്നെ മോന് വരാനും ആയില്ലേ? അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയ്ക്ക് വല്ലാത്തൊരു സന്തോഷം. അവളുടെ മനസ്സിൽ തൻ്റെ നാഫിക്കയുടെ ആ മുഖം അതാ തെളിഞ്ഞു വരുന്നു. ഉമ്മ ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. നൂർ ഫാത്തിമ ശരിക്കും തൻ്റെ നാഫിക്കയെ കാണാൻ വളരെയധികം കൊതിക്കുന്നുണ്ട്. ആ രാത്രി ദിക്റും ദുആവും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞതിന് ശേഷം നൂർ ഫാത്തിമ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോഴതാ തൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. മോളെ, നിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ വിട്. അത് അറബിയമ്മ നിനക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നൂർ ഫാത്തിമ അത്ഭുതപ്പെട്ടു. എങ്കിലും ആരാണിപ്പോൾ അറബിയമ്മ ആരെടുത്താണിപ്പോൾ കൊടുത്തേക്കുക? ഹേയ്, അതിന് വഴിയില്ല. ഇനി എൻ്റെ നാഫിക്ക വരുന്നതിന് മുമ്പായിട്ട്. എന്നാലിപ്പോൾ ആരാണിപ്പോൾ ഇങ്ങനെ പറയാൻ? എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? അതൊരു പക്ഷേ ഇനിയിപ്പോൾ നാദിറയാവാനൊന്നും ചാൻസില്ല. അവളിപ്പോഴൊന്നും വരില്ല. നൂർ ഫാത്തിമക്ക് അത് വിടാൻ ഭയമായി. അല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചിട്ട് ഇനിയിപ്പോൾ ഉസ്താദിന് തിരക്കായിരിക്കും. ഇപ്പോൾ ഹജ്ജിൻ്റെ
ടൈമായി. ഇനിയിപ്പോൾ എന്തിപ്പോൾ ഞാൻ ചെയ്യുക ഇനി? വീണ്ടും അടുത്ത മെസ്സേജ്. അറബിയുമ്മ നൂർ ഫാത്തിമയ്ക്ക് വേണ്ടി വളരെയധികം ആകാംക്ഷയോടെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്, അത് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൂർ ഫാത്തിമ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. നാഫിക്കയോട് പറഞ്ഞാലോ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ തിരക്കായിരിക്കും. പഠിച്ചവനെ, ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുക? അടുത്ത മെസ്സേജ് ഇതാ വീണ്ടും വരുന്നു. അറബിയുമ്മ നിങ്ങളുടെ കുഞ്ഞിനുള്ള കുങ്കുമപ്പൂവും അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും എന്തൊക്കെയോ സാധനങ്ങൾ, അതുപോലെ ഗർഭിണിക്ക് കഴിക്കാനുള്ളത് അതെല്ലാം കൊടുത്തയച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് നിങ്ങളെ വീട്ടിലൊന്ന് എത്തിക്കാനാണ്. ഒന്ന് ലൊക്കേഷൻ വിടൂ. ഇത് നൂർ ഫാത്തിമയല്ലേ? നൂർ ഫാത്തിമ അത് വായിച്ചപ്പോൾ ശരിക്കും കരുതി, ഇല്ല, അത് അറബിയുമ്മ തന്നെയായിരിക്കും. അല്ലാതെ ഞാൻ ഗർഭിണിയായ കാര്യം അതൊക്കെ ഇപ്പോൾ അറബിയുമ്മക്കല്ലേ അറിയുള്ളൂ. ഒരു പക്ഷേ അറബിയുമ്മ സർപ്രൈസായിട്ട് എന്തെങ്കിലും കൊടുത്ത് അയച്ചതായിരിക്കുമോ? ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ല. എങ്ങനെയാണെങ്കിലും പറയുമല്ലോ, വേണമെങ്കിൽ സർപ്രൈസ് ആയിരിക്കും. ഞാൻ അറബിയമ്മയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ലൊക്കേഷൻ വിട്ടാൽ മതി. വീണ്ടും അടുത്ത മെസ്സേജ്. അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയ്ക്ക് സമാധാനമായി. അവളിതാ അവളുടെ വീടിൻ്റെ ലൊക്കേഷൻ വിട്ടുകൊടുക്കുന്നു. അറബിയമ്മ എന്ന് പറഞ്ഞപ്പോൾ നൂർ ഫാത്തിമ മറ്റൊന്നും ആലോചിച്ചില്ല. അതെ, അറബിയമ്മയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. കാരണം എനിക്ക് വേണ്ടി എന്നെ അത്ര നോക്കിയതാണ് അറബിയമ്മ. അവരെ മറക്കാൻ പാടില്ല. അവരെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തയച്ചു കഴിഞ്ഞാൽ അത് തിരസ്കരിക്കുന്നത് അല്ലെങ്കിൽ തള്ളിക്കളയുന്നത് ശരിയല്ലല്ലോ. നൂർ ഫാത്തിമയ്ക്ക് മെസ്സേജ് അയച്ചത് ആരായിരിക്കും? എന്തിനായിരിക്കും അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക? ഇതിനെക്കുറിച്ച് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൂർ ഫാത്തിമയെ കാത്തു രക്ഷിക്കട്ടെ. കാരണം അവൾ നിഷ്കളങ്കയായ കുട്ടിയാണ്. ഒരാളോടും വെറുപ്പും വിദ്വേഷവുമില്ലാത്ത നല്ലൊരു സ്വാലിഹത്തായ പെൺകുട്ടി. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ വഞ്ചിക്കുവാൻ വേണ്ടി ഇബ്ലീസ് കൂടെ നടക്കും. എങ്ങനെയെങ്കിലും അവളുടെ ആ ഒരു പവിത്രത നഷ്ടപ്പെടുത്തണം എന്ന് ഇബ്ലീസ് വിചാരിക്കും. അതിനുവേണ്ടി പല കുതന്ത്രങ്ങളും അവൻ മെനയും. അതിനുവേണ്ടി ഇബ്ലീസിൻ്റെ അനുയായികളെ ഇറക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ആരായിരിക്കും നൂർ ഫാത്തിമയ്ക്ക് മെസ്സേജ് അയച്ചത്, എന്തിനായിരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റ് നിങ്ങൾ എഴുതുക. ഇന്നലെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതെ, കാലിൻ്റെ ഏത് വിരൽ മുതലാണ് തുടങ്ങേണ്ടതെന്ന്. എല്ലാവരും, ഒരുപാട് ആളുകൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എല്ലാവരും ഒരുപാട് അറിവുള്ളവരാണ് എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.